പിള്ളേരെ എണ്ണൊക്കെ നോക്കിയാൽ തിരിച്ചു പോകുമ്പോ ഒന്നും കുറയരുത്. ഇതൊന്ന് വെപ്രാളം കാണിക്കല്ലേ ഏട്ടാ കിടന്ന്. ഇതെന്താ മീശ കാണിച്ചു വെച്ചാ താത്തു വെച്ചത് മീശ അടിച്ചു വെച്ചാ നോക്കിയേ. പിന്നെ എല്ലാരടുത്തും കൂടെ ഒരു കാര്യം പറയാം. വീട്ടിൽ കിടന്ന് അലമ്പ് കാണിക്കുമ്പോൾ ഇവിടെ കിടന്ന് കാണിക്കരുത്. വല്യമ്മയും വല്യച്ഛനും നല്ലത് പറയിപ്പിക്കണം. വെറുതെ എനിക്ക് ചീത്തപ്പേർ ഉണ്ടാക്കി വയ്ക്കണം. എവിടെ ചെന്നാലും ഉണ്ട് ഒരു ആമുഖമായിട്ട് ഒരു ക്ലാസ് എടുപ്പ്. ഇല്ല വീട്ടിൽ വെച്ച് പറഞ്ഞല്ലേ, പിന്നെ എവിടെ വെച്ചാലും പിന്നെ വീണ്ടും പറയുന്ന കാര്യം എന്താണ്? വീണ്ടും പറയണ കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം നിങ്ങൾ രണ്ടുപേരും വായടിച്ച് തരാം, ബാക്കി കാര്യങ്ങളെല്ലാം സോൾവ് ആവും. ഒന്നും വേണ്ടാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഒരു പ്രത്യേക കാര്യം, അതെല്ലായിടത്തും കൂടെയാണ്. ഒന്നും കൂടെ പറയണം. എന്റെ ശ്രീകുട്ട പാട്ടൊക്കെ ഓഫ് ചെയ്തില്ല, വണ്ടി തരങ്ങടാ. വണ്ടി കയറി പോയത് ആര് കൊണ്ടുവന്നവനെ? അടങ്ങിത്തോളൂ കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, എവിടെ ചെന്നാലും അമ്മയും മക്കളും നീ അടക്കം എന്നെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക. അതിവിടെ പാടില്ല. എനിക്കിവിടെ വെയിറ്റ് കിട്ടിയേ പറ്റൂ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറഞ്ഞോളാം. അങ്ങനെ നീ ഇടയ്ക്കിടയ്ക്ക് പൊക്കട്ടെ, ഞാൻ കണ്ണു കണിക്ക് പൊക്കിയാൽ മതി. പിന്നെ വേണം എവിടെ ഒരുവിധം പൊക്കിക്കോ. പക്ഷെ എന്റെ കാര്യത്തെ പറ്റി നല്ലതേ പറയാവൂ. ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ദേഷ്യം വന്ന് എന്താണ് പറഞ്ഞത് അറിഞ്ഞൂടാ. എന്റെ തനിസ്വമാണ് വല്യച്ഛന് കിട്ടിയിരിക്കണം. അല്ല, വല്യച്ഛന്റെ തനിസ്വമാണ് എനിക്കും കിട്ടിയിരിക്കണം. വലിച്ച എടാ ബാലു, നീ വന്നോ? എന്റെ വല്യച്ഛ അനുഗ്രഹം വാങ്ങിച്ചോട്ട്. അത് വേണ്ട, നീ ചിലപ്പോ കാല് വാരും. ഒരു കാര്യം. വാ മക്കളെ, അകത്തോട്ട് വാ. മോളെ നീലു. വലിയ അങ്ങനെയൊക്കെ പോണു. നിന്റെ തന്റെ സൂചിപ്പിക്കുന്ന പോലെ എന്നെ സൂചിപ്പിക്കാൻ നോക്കണ്ട. എഴുതേക്ക്, അവിടെ ശ്രീകുട്ടാ, നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല, വല്യച്ഛന് സുഖം തന്നെ. നീ എന്നാ ദുബായിൽ നിന്ന് വന്നത്? കുറച്ച് ദിവസമായി. അച്ഛോ, ഞങ്ങള് ചക്കയും കൊല എടുത്തോണ്ടോ? വിട്ടുണ്ടോ? അപ്പൊ കൊണ്ടുവന്നല്ലേ ഇപ്പൊ? വല്യച്ഛ ദേ ഇതാണ് ശ്രീകുട്ടന്റെ ഭാര്യ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, കൊള്ളാം. ദേ ഇത് ലച്ചുവിന്റെ മോളാ. ക്യൂട്ട് ബേബി, കൊച്ചു മോളെ. വല്യച്ഛ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാൻ ഞാൻ ദൈവമാണ്. മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വല്യച്ഛന്റെ പ്രാർത്ഥന അനുഗ്രഹമാണല്ലോ. ലോകം മാറി, ലോകത്തിലുള്ള ആളുകളും മാറി, ഇവന് മാത്രം ഒരു മാറ്റം ഉണ്ടല്ലോ. നിങ്ങളെ വല്യച്ഛനൊരു കാര്യം, ഇതെല്ലാം എന്റെ വല്യച്ഛന് കാഴ്ച വയ്ക്കാൻ കൊണ്ടുവന്നതാണ്. കാഴ്ച വെക്കാൻ ഞാനടാ കൊച്ചി രാജാവാണ്. എന്റെ വല്യച്ഛ ഇതേ നമ്മളെ വരണ വഴിക്ക് പടവലത്ത് കയറിയിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ശ്രീകുട്ടനാ പറഞ്ഞ നമ്മളെന്തായാലും വല്യച്ഛന്റെ അടുത്തേക്ക് പോവല്ലേ, വല്യച്ഛന് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എടുത്തതാ. മോനേട്ടനും രാധിക എന്ന് വരും? അവരൊക്കെ ഇനി എന്നാ വരുന്നത്, എന്നാ പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. പിള്ളേരായി, അവരുടെയൊക്കെ തിരക്കായി. തിരക്കൊക്കെ കഴിയുമ്പോ വരും. ഇല്ലാത്ത വല്യച്ഛ, ഞാൻ മോഹനൊന്ന് ഇടയ്ക്ക് വിളിച്ചിരുന്നു, വേഷം കൊടുത്ത്. അപ്പം ഇടയ്ക്ക് വന്ന് വല്യച്ഛനെ നോക്കണമെന്നില്ലല്ലോ, വേഷം വഴക്ക് പറഞ്ഞു. അല്ല, വല്യച്ഛനെ നോക്കാത്തത് ഇടയ്ക്ക് ഒന്ന് നോക്കിക്കൂടെ. അച്ഛനെ വളർത്തി വലുതാക്കിയല്ലേ, എന്തിനാ അവിടെ കിടന്ന് അന്യരാജ്യത്ത് കഷ്ടപ്പെട്ടത്? പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി എന്ന് ഞാൻ വേഷം കൊടുത്ത്. നല്ല കാര്യം, നല്ല കാര്യം. ഞാൻ വിശ്വസിക്കൂടെ. ചെറുതായത് ഈ ബീഷയൊക്കെ പിരിച്ചു കൊള്ളൂലേ? എടാ, എന്റെ അനിയൻ നിന്റെ തന്ത മീശ പിരിച്ചാൽ കാണാൻ കൊള്ളാം. കാലെടാ. ഞാൻ പറഞ്ഞതാ വണ്ടി വെച്ച് മീശ താത്തുവൊക്കെ താത്തു. വല്യച്ഛ അവൾ ഒറ്റ ഒരുത്തിയാണ് എന്നെ കൊണ്ട് ഈ മീശ പിരിപ്പിച്ചത്. ഇതിനിപ്പോ കിടന്ന് ഉരുണ്ട് മാറണ. നിന്നെ കൊണ്ട് പറഞ്ഞ മീശ പിരിപ്പിക്കൂടാ, എനിക്ക് അറിയാതെ. മക്കളെ എല്ലാം കൊണ്ട് അകത്തുണ്ട്. അല്ലേ ഇലയപ്പം ഉണ്ടാക്കി തരണേ, വാഴക്കപ്പം, പഴംപൊരി ഉണ്ടാക്കി തരണേ. വല്യച്ഛന് ഇഷ്ടമല്ലേ?
ചെല്ല് ചെല്ല്. പഴംപൊരി വാഴയ്ക്കമ്മ എടേ പിന്നെ പഴംപൊരിയൊക്കെ വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് വന്നാ പോരെ. അതിന് വലിയ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ആ വലിയച്ഛൻ ഉണ്ടാക്കി കൊടുക്കാം. അത് വേറെ നല്ലതായിട്ട് നോക്കാം. എടുക്കുമോ നീ? ലക്ഷ്മി ചേച്ചി ഉരുക്ക് വാ, മോനെ എടുക്കാം. മാമ ഓ വാ മക്കളെ. മാമ എടുക്കണം. പോയി അയ്യോ വലിയമ്മ വാ. നീ ചെല്ല് 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 ചെല്ല്. അനീച്ച ഇപ്പം കൈപ്പൊക്കെ ഉണ്ടാ? എന്താടാ മാടി. മക്കളെ, മക്കൾക്ക് മുത്തച്ഛന് സൂത്തരം തരട്ടെ. ദാ, ദാ. പിടിച്ചേ. ആ, ഇതാ. ഇതാ, ഇതാ. ആ. എടാ നിന്റെ പഠിത്തമൊക്കെ എവിടെ വരെ? എന്താ ഞാൻ ഇപ്പം BA സെക്കൻഡ് ഇയർ മലയാളം. പിന്നെ ശിവ ആർക്കിടെക്ചർ ചെന്നൈയില്. മലയാളം പഠിച്ചാലും കൊള്ളാം, ആർക്കിടെക്ട് പഠിച്ചാലും കൊള്ളാം. പഠിത്തത്തിനൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു, അത് മുത്തച്ഛന് ഇഷ്ടം. അങ്ങനെ ഒരു പരിപാടിയില്ല മുത്തച്ഛ, നമ്മളൊക്കെ പഠിത്തത്തിൽ ടോപ്പ് മാർക്കല്ലേ. അങ്ങനെ വേണം, അല്ലാതെ നിന്റെ അച്ഛനെ പോലെ ആയിരുന്നു. അവൻ പഠിക്കാനാണെന്നും പറഞ്ഞ് അങ്ങനെ ഇതിൻ്റെ എൻ്റെ അടുത്ത് കൊടുത്തു. അവനോട്ട് പഠിച്ചുകൂല, എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അങ്കിള് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്തത്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഞാൻ KSEBയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങ് തിരുവനന്തപുരത്ത് ട്രാൻസ്ഫറായി പാഴൂർ വന്നു, അതായത് പിറമഡ് ഡിവിഷൻ. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആ സമയത്തല്ലേ അച്ഛൻ അമ്മേനെ പരിചയപ്പെടുന്നേ? അതെ, അന്ന് തുടങ്ങി അവരുടെ കഷ്ടകാലം. പാവം, അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ഇപ്പോഴും വിഷമമുണ്ട്. കല്ല് നല്ലോണം പാടും. കല്ല് പാടുമോ? ഇതാ ഞാൻ ആദ്യമായിട്ട് കേൾക്കാനുണ്ട്. കല്ലല്ല അപ്പൂപ്പ, കല്ലു. അവളാ കല്ലു എന്നാ വീട്ടിൽ വിളിക്കുന്നത്, എന്റെ മോളാ. ഓ മോളെ, നീ പാടുവോ? ഒരു പാട്ട് പാടിക്കേ. അപ്പൂപ്പനെ നോക്കി പാട്. വെരി ഗുഡ്. കേശു കൈന്ന് മേടിക്കുവേ. എന്റെ പൊന്നു മുത്തച്ഛ ഒന്നും പറയണ്ട, ഈ സാധനം പഠിപ്പിച്ചു വെച്ചേക്കാണ്, എന്ത് പറഞ്ഞാലും എന്നെ തല്ലാനായിട്ട്. മോളെ, നീ പാടുമായിരുന്നല്ലോ പണ്ട്. അത് പണ്ടല്ലേ, ഇപ്പൊ സൗണ്ട് ഒക്കെ പോയി. നീ ഒരു പാട്ട് പാടി. ഞാൻ പാടണോ? പഴയ മലയാളം പാട്ടാണ്, രണ്ടുപേരി. മേലേ മേലേ മാനം മാനം മേലേ മണ്ണിൻ കൂടാരം, മേലേ മേലേ മാനം മാനം മേലേ മണ്ണിൻ കൂടാരം. പോയിട്ടില്ല, പഴയതിനെത്തായിട്ടുണ്ട്. ലച്ചുമ്മ കയ്യിന്ന് മേടിക്കോ? സോറി, ഇനി മിണ്ടത്തില്ല. അകത്തോട്ട് ഇപ്പൊ പോകത്തില്ല, അവൾ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ. ഇപ്പൊ എന്തിനാ അകത്തോട്ട് പോകുന്നേ? സംസാരിച്ചിട്ട് പോവാം. ആ കേശു മാമനെ ഓടിച്ചുവിടാം. ഓടിച്ചുവിടാന് കല്ലുവേ, നമുക്ക് അപ്പൂപ്പന്റെ വിശേഷമൊക്കെ ചോദിക്കണ്ടേ? എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചേ. അയ്യോ, അപ്പൂപ്പൻ എന്ത് വിശേഷം മോളെ? അങ്കിളെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അതെ. എന്നാ അങ്ങോട്ട് പോരും ഇടയ്ക്കൊക്കെ, പാറമട വീട്ടില്. അവനെ ബാലു ഇവിടെ എന്തോ ജോലിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ കാറുമായിട്ട് വരാൻ നിങ്ങളെ രണ്ടുപേരെ കൂടെ കൊണ്ടുപോയിക്കോളാം. ഇതുവരെ അവന് കാറ് കിട്ടിയില്ല, അവന് പൊടി പോലും കാണാനുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ മുത്തച്ഛ ഒരു കാര്യം ചെയ്യും, ഇത്തവണ നമ്മുടെ കൂടെ അങ്ങോട്ട് പോവാ. ഈ മാസം നടക്കുമെന്ന് തോന്നുന്നില്ല, അടുത്ത മാസം നമുക്ക് നോക്കാം. അപ്പൂപ്പ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ അച്ഛൻ എപ്പോഴും പറയും അച്ഛൻ പാഴൂര് വന്നുകൊണ്ടിരുന്ന സമയത്ത് അപ്പൂപ്പൻ അച്ഛൻ തല്ലാറില്ലെന്ന്. തല്ലിട്ടില്ല. കണ്ട ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ കേവനായിരുന്നു. അതല്ല, തല്ലാൻ പടിയെടുക്കുന്നതിന് മുമ്പ് അവൻ പാഞ്ഞു കിടയില്ലേ, ഇത്രയ്ക്ക് വീരനുണ്ടായിരുന്നു അവൻ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ അവന് ഭയങ്കര സ്നേഹമായിരുന്നു. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയായിരുന്നുള്ളൂ. അതായിരുന്നു അവന്റെ വിജയവും പരാജയവും. അതാണ് കാര്യം. മധുരം ഒട്ടും കഴിക്കൂടെങ്കിലും പാൽപ്പായസം കിട്ടിയ പുള്ളിക്കാരൻ ഒരു പിടി അങ്ങോട്ട് പിടിക്കും. എന്റെ അവിടെ അങ്ങനെയാ, അച്ഛന് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാ. അവിടെ കുഴിപ്പളത്ത് അമ്മയില്ലേ അടിപൊളിയായിട്ട് പായസം വെക്കും. ഞാൻ അവിടെ നല്ല പായസം വെക്കാൻ പഠിച്ചേ. പിന്നെ ഞാൻ അവിടെ എപ്പോ പോയാലും വെച്ച് പായസം ഉണ്ടാക്കും അങ്ങനെ പറയത്തുള്ളൂ. എന്റെ ലച്ചു, എന്തിനാണ് ഇങ്ങനെ തള്ളി മറിക്കണേ?
നിന്റെ തള്ള ഇട്ടിട്ട് പാൽപ്പായസത്തിന് പോലും പിടിക്കില്ല. അത് ഈ രംഗം കുറച്ച് കൊഴുപ്പിക്കാൻ വേണ്ടിട്ടേ ഇച്ചിരി തള്ളിയതാ, അതിന് സമ്മതിക്കൂല. പാൽപ്പായസത്തിന് നല്ല കൊഴുപ്പുണ്ട്, വേറെ കൊഴുപ്പിന്റെ ആവശ്യമില്ല. എന്താ വെച്ചു പാചകത്തിന് കേമി അല്ലെങ്കിലും പാചകത്തിന് കേമി. ഇന്ന് എന്റെ ദിവസമല്ല. നല്ല മണം ഇറങ്ങിക്കോ. അതെങ്ങനെയാ നിനക്കറിയാം? വല്യമ്മ മണം പിടിച്ച് വരാനെങ്കിൽ പ്രത്യേക കഴിവുണ്ട് വല്യമ്മയ്ക്ക് അറിയാൻ. മണം പിടിച്ചു പോയ കാര്യമൊക്കെ എനിക്കറിയാം. ഇതാണ് പായസം, വല്യമ്മയുടെ കൈപ്പുണ്യം. വല്യമ്മ പായസം ഉണ്ടാക്കിയാൽ എവിടെ നിന്നോണ്ട് എനിക്ക് മണം കിട്ടും, പ്രത്യേക രുചി. അതിനെ നീലി ഉണ്ടാക്കും പായസം, ഒരു വക പായസം. അയ്യ, പായസമായിരുന്നാ ഇങ്ങനെ ഇരിക്കുന്നു. ആണോ? എന്നാ ഇങ്ങനെ ഇരിക്കുന്ന ഈ പായസേ ഞാൻ ഉണ്ടാക്കിയത് തന്നെ. ആണോ? ഞാൻ പറഞ്ഞില്ലേ നീല് പായസം ഉണ്ടാക്കണം. എൻ്റെ അടുത്ത് പറയായിരുന്നു പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് വല്ല പുല്ലും ഉണ്ടാക്കി വെക്കുമെന്ന്. അനാവശ്യം അടി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനല്ല പറഞ്ഞത്, ചുമ്മാ അപ്പൊ നിങ്ങള് പായസം കുടിക്കണ്ട. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കണ്ടറാക്ക് ഇവിടെ. എന്തായാലും ചേട്ടൻ വന്ന സ്ഥിതിക്ക് ഈ പാചകക്കാരന്റെ കുറച്ച് ഷോ ഒക്കെ കാണിച്ചു വെക്കോ. നാളെ പാചക എങ്ങനെ? കണ്ടാ, എവിടുന്നോ വന്നൊരു കൊച്ച് എന്റെ രീതികളൊക്കെ മനസ്സിലാക്കിണ്. അതെങ്ങനെ നുണവനോടൊക്കെ എവിടെ പറയാനുണ്ടല്ലേ? എവിടുന്നോ കയറി വന്ന കൊച്ചോ? അല്ല വല്യമ്മ, എന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. എന്റെ ഒരു പ്രാസം ഒപ്പിച്ച് പറയാന്നേ ഉള്ളൂ. എന്റെ രീതികളൊന്നും വല്യമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? പണ്ട് പാഴൂര് അടുക്കള വെച്ച് കസർത്ത് കളിച്ചപ്പോഴേ ചട്ടുകം പഠിപ്പിച്ച് ചന്തിക്ക് വെച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓ, അതിന്റെ ആ ശബ്ദം നിക്കർ ഇത്ര വട്ടത്തിന് പൊത്തുപോയി. എന്റെ വല്യമ്മ, ഞാൻ ചെയ്ത എത്രയോ വലിയ വലിയ കാര്യങ്ങൾ കിടക്കുന്നു. അതൊന്നും പറയാതെ നിക്കർ വിളിച്ച കാര്യം ഇവിടെ പറയണതിനാണ്. എന്നാ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലേ? മതി നേരത്ത് അത് ആരെങ്കിലും പറഞ്ഞ് പറയിപ്പിച്ചാൽ ശരിയാവില്ല. അത് വല്യമ്മ ഉള്ളീന്ന് പറഞ്ഞു. അച്ഛാ, സംസാരിച്ച സമയം കളയാണ് ഇങ്ങോട്ട് വന്നേ. നമുക്ക് പായസം കുടിക്കണ്ടേ, ഊണ് കഴിക്കണ്ടേ? പോണ വഴിയേ നമുക്ക് കുഴിപ്പള്ളം വഴി പോണം, അവിടെ ഒരു ലോഡ് ഇറക്കാറുണ്ട്. അച്ഛൻ സംസാരിച്ചു. ശ്രീകുട്ട, നിങ്ങൾ ഇപ്പൊ ഒന്നിച്ച് തന്നെ താമസം? ഒന്നും പറയണ്ട വല്യമ്മ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എടാ നീ ഇപ്പൊ അത് പറയോടാ. പക്ഷെ ഗൗരി മോള് നമ്മുടെ വീട്ടില് സന്തോഷത്തോടെ ജീവിക്കണം അല്ലേ? ഇപ്പൊ തിരിച്ചേച്ചി എല്ലാവർക്കും വരുന്നത് പാലിച്ചെത്താണ്. അങ്ങനെ അല്ലെന്ന് പറഞ്ഞുകൂടി ഗൗരി, വാടത്തിരിക്കണെന്ത് കൂട്ടാ നിനക്കൂടെ പറഞ്ഞു റോളാന്നില്ല കേട്ടാ. നിന്നെ ഞാൻ ഇന്ന് വല്യമ്മ ഒരു കാര്യം പറയാം, പണ്ടന്നെ നിക്കറോ കരിച്ചു കളഞ്ഞു, അതുപോലെ മുട്ട് കരിക്കരുത്. ഇവന്റെ ഒരു കാര്യം. അളിയനായതുകൊണ്ട് കൊള്ളാം. എന്തോ എന്ത് വർത്താനം അവൻ അങ്ങനെ പറഞ്ഞത്? ആഹാ, ശരിയായി കൊടുക്കാം. പായസം നോക്കി കൊലച്ചു. ഞാനാണ് ഗ്യാസ് അടുപ്പിൽ കത്തിച്ചത് തന്നെ. പണ്ടേ കൂട്ടാ പാഴൂര് വല്യച്ഛൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് എന്തോരോ ആൾക്കാരെന്ന് പറയുമോ, വല്യച്ഛൻ്റെ ഫ്രണ്ട്സ്. അവിടെ ഇങ്ങനെ സംസാരവും കളി. വല്യച്ഛൻ ഓർമ്മയുണ്ട? ബാക്കി കൂടെ നീ പറ, കുറഞ്ഞോട്ട് നോക്കട്ടെ. അല്ല, വല്യച്ഛൻ്റെ കൂടെയുള്ള ജോലിയുടെ വലിയ ഉദ്യോഗസ്ഥരാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പറയണതേ. ഞാൻ വല്യച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യും. അങ്ങനെയാണ് സത്യം പറയാൻ എനിക്ക് ഇത്ര അറിവുണ്ടായത്. എടാ, അരവേ കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കാറും. ആ ഇപ്പൊ ഇത് പുതിയ അറിവ്. ഈ വല്യച്ഛൻ്റെ കാര്യം അറിവോടറിവാണ് വല്യച്ഛൻ്റെ മുമ്പ്. എന്താ മോളെ, ഇപ്പൊ ഇവൻ പോണ പണിക്ക് വല്ലതും വീട്ടിൽ കൊണ്ട് തരാറുണ്ടോ? വീട്ടിൽ നിന്ന് കൊണ്ടുപോവാറുണ്ട്. കൂട്ടാ ഇല്ല, മുമ്പത്തേക്കാൾ ഭേദാണ്. വലിച്ചറിഞ്ഞ ഞാനും ശ്രീകുട്ടനും കൂടെ പാർട്ട്ണർഷിപ്പായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നു. എത്ര ലക്ഷം രൂപ? അപ്രോക്സിമേറ്റ്ലി ഒരു 70-70 ലക്ഷം രൂപ ആവും. അത് നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തുവാ? എൻ്റെത് 35 ഇടാനാണ് ഞാൻ നോക്കണത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം അതിൻ്റെ പ്ലാനിങ്ങും ഡിസൈനിങ്ങും എല്ലാം ഞാനാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബ്രില്യൻസിനാണല്ലോ പൈസ കൂടുതൽ. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ അങ്ങനെ അങ്ങ് പോയി, ആ വഴിക്ക് പോയി. ശ്രീകുണ്ട, നീ തിരിച്ച് ദുബായിലേക്ക് പോകണം. ഇപ്പം ബിസിനസ്സൊക്കെ ഇങ്ങനെ തുടങ്ങാൻ പോണ സ്ഥിതിക്ക് പിന്നെ ഇവരുമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാതെ നിനക്ക് തിരിച്ച് ദുബായിലേക്ക് പോകേണ്ടി വരും കേട്ടോ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? രണ്ടും ഒരേ രക്തമാണ്. എന്നിട്ട് എന്നെ കളിയാക്കണണ്ട. എടാ, നീ ധൈര്യമായിട്ട് തുടങ്ങി. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. മതി, എനിക്ക് എത്രയും മതി. എനിക്ക് വല്യച്ഛൻ്റെ അനുഗ്രഹം കിട്ടി. എന്തെടുക്കരുത് ഇപ്പം കിട്ടിയില്ലേ? എടാ, നിങ്ങൾ എല്ലാരും കൂടെ വന്ന സ്ഥിതിക്ക് ഇനി 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ. അയ്യോ, അത് പറ്റില്ല. ഞാൻ പിന്നെയും ലീവ് എടുക്കാൻ നോക്കാം. പക്ഷെ ബാലുവിനെ കൊണ്ട് പറ്റൂല. എന്താണെന്നറിയോ, സൈറ്റിൽ നിന്ന് സൈറ്റിലോട്ട് ഓട്ടമുള്ള മനുഷ്യനാണ്. ഇങ്ങനെ എല്ലാരും കൂടെ ബാലിച്ചേട്ടനെ ട്രോളാതെ ആരെങ്കിലും നിക്കണ്ടേ ചേട്ടൻ്റെ കൂടെ? എന്താ വെച്ചാൽ ബാലു എന്നും ഒറ്റയ്ക്കായിരുന്നു. കുട്ടിക്കാലം മുതലേ ഒറ്റയ്ക്കായിരുന്നു. ഈ കുട്ടിക്കാലം മുതലേ ഒറ്റയ്ക്കായി. ആദ്യം ബാലുവിനെ എൻ്റെ വീട്ടിൽ വന്ന് അവിടുത്തെ കുട്ടമ്പള്ളിയുടെ വീട്ടിലേക്ക് കൂടുതലിറങ്ങി. പിന്നെ കണ്ട ബാബേനെ പുളിയലും ഒക്കെ കയറി ഇറങ്ങി
അവസാനത്തെ ഇവരുടെ മനസ്സിട്ട് തോറ്റി. അന്നേ ഞാൻ പറഞ്ഞതാണ് വേണ്ട വേണ്ടെന്ന്. ഞാൻ വലിച്ചൻ പറഞ്ഞ് കേട്ടില്ല. ഈ ബന്ധം വേണ്ട വേണ്ടാന്ന് വലിച്ചൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഞാൻ ചെയ്ത്. അതാണ്. അതല്ലടാ, ഈ കൊച്ചിൻ്റെ അടുത്താണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. നിന്റെ സ്വഭാവം എരിച്ചറിഞ്ഞൂടെ? വലിയ പായസം എങ്ങനെയുണ്ട്? പായസം ഉഗ്രൻ ഉഗ്രൻ. ഉഗ്രം മധുരം ഒട്ടും ഇല്ലായിരുന്നു. മധുരം ഉണ്ടായിരുന്നെങ്കിൽ വലിച്ചൻ കുടിക്കൂലായിരുന്നു. മധുരം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. മധുരം തൊടുകയായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ വലിച്ചൻ മധുരമുള്ള കുടിക്കലെന്ന്? ഷുഗറുണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നോട് ആദ്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഷുഗറൊക്കെ അതേ പറഞ്ഞു വെച്ചു. എങ്ങനെ? നല്ല മധുരമുള്ള പായസം കുടിച്ച് ഓട്ടി പ്രമേഹ ഓട്ടി. അതല്ലേ അളിയന് കച്ചിയിൽ തൊടാൻ പറ്റില്ല ചേട്ടാ. എടേ, അത് നമ്മളെ കുടുംബപരമായിട്ട് ഹ്യൂമർ സെൻസ് ആണ്. ഈ ഹ്യൂമർ സെൻസ് ആണ് എനിക്ക് കിട്ടിയത്, അറിയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. വല്യമ്മയുടെ അടുത്തും വല്യച്ഛൻ്റെ അടുത്തും വല്യച്ഛ ശ്രദ്ധിച്ച് കേട്ടോണം. കുട്ടിക്കാലത്ത് വല്യച്ഛൻ്റെയും വല്യമ്മേരെയും കൂടെയാണ് ഞാൻ നിന്നത്. രണ്ടുപേരും എനിക്ക് സ്നേഹം വാരിക്കോരി തന്നു. അതിൻ്റെ പേരിലെങ്ങാനും വല്യച്ഛൻ്റെയും വല്യമ്മേരെയും പാഴൂരുള്ള സ്വത്ത് എനിക്ക് കയ്യിൽ തന്ന സത്യമായിട്ട് ഞാൻ മിണ്ടൂല. ഒരു കാര്യം ഞാൻ പറയാം. തരാടാ തരാം. വലിയച്ഛനും വല്യമ്മ എന്തായിരുന്നു അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? ആവശ്യമുണ്ട്, പറയാം. കുട്ടുമാമൻ പറമ്പിന്ന് വെട്ടിയിട്ടപ്പോഴേ ഞാൻ നോട്ടോ ടൈറ്റ് വേണം. ഓ മണം അടിച്ചാൽ തന്നെ പോരേ. ഓ വരിക്കച്ചക്ക എന്നടേ. നല്ല പാടത്ത് വന്നിട്ടുണ്ട്. എങ്ങനുണ്ട്? കൊള്ളാം. അങ്ങനായിരുന്നാ? നീ ആരെന്ന് വിചാരിച്ച്? ഞാൻ പിന്നെ അവിടെ ബാക്കി ചക്ക ഇരിപ്പുണ്ടേ, പെട്ടെന്ന് വെട്ടിയിട്ടേ നമ്മുടെ മുത്തച്ഛന് കൊടുക്കാൻ നോക്കിച്ചല്ലേ. എന്തൊരു ആത്മാർത്ഥത! ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കണ നോക്കിയേ. ഞാൻ നിങ്ങളെ എവിടെയൊക്കെ നോക്കിയായിരുന്നു. നിങ്ങൾ എവിടെ ആയിരുന്നു? നമ്മള് ഊട്ടി വരെ പോയേക്കായിരുന്നു. ഊട്ടി എന്തിനു പോയി? കുതിര സവാരിക്ക്. ഏത് കറുത്ത കുതിര വെള്ള കുതിര? അല്ല, പച്ചക്കുതിര. പച്ചക്കുതിര? പച്ചക്കുതിര ആണെങ്കിൽ ഐശ്വര്യം വരും കേട്ടാ. ശരി, എപ്പ വരും എന്നാണ് പറയണത്? എന്താ ഐശ്വര്യം? അമ്മായി എന്ന് ഇവിടുന്ന് പോകുന്നു അന്ന് വരും. എവിടെ കയറി പോണ നീ? അല്ല പിന്നെ ശിവ, മധുര ഇല്ലടി. ഓ ഈ മഴയൊക്കെ പെയ്തിന് വെള്ളം പിടിച്ചോണ്ടായിരിക്കും. മഴവെള്ളം ആയിരിക്കില്ല, കൊതി മൊത്തം നിന്റെ വായിലെ വെള്ളമായിരിക്കും. നിനക്ക് എത്ര വയസ്സായടാ? എനിക്ക് അങ്ങനെ ഒരു ടോക്ക്. ഈ വരിക്കച്ചൊക്കെ അങ്ങനെ വയസ്സൊക്കെ ഉണ്ടോ? മാത്രമല്ല ഞാൻ മുത്തച്ഛന് വേണ്ടിയുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടാണല്ലോ ഇതിനുണ്ടാവും. അതിന്റെ ആവശ്യമില്ലായിരുന്നു, അതും കൂടെ ചേർന്ന് നിന്നാ മതിയായിരുന്നു. അതെ, നീ ഒറ്റയ്ക്ക് തിരുന്നാണ് കീശു ഞങ്ങളുടെ ഇഷ്ടം. ശിവ ശിവ, ഞാൻ ചേട്ടനാണ്. ചെറുക്കൻ്റെ ഒരു കാര്യം. ആഹാ, വല്ലിച്ച ഇവിടെ ഇരിക്കണ. ഞാൻ വിചാരിച്ച് മുറിക്കകത്ത് ഉറങ്ങിയായിരിക്കും. അയ്യാ, വല്ലിച്ച വല്യച്ഛനും വല്യമ്മയും കൂടെ ഇവിടെ ഒരു സഹായിക്കാൻ ഒരാളെ നിർത്തി കൂടെ? ആരെങ്കിലും പിടിച്ച് നിർത്തിയാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് മനസ്സിൻ്റെ വിഷമം ഉണ്ടാവും. അതിനാക്കെ ഭേദം ഇപ്പം ഞാൻ അവളെ കൂടെ കൂടിപ്പുണ്ട് സമൂഹത്തിൽ പഠിച്ചിരിക്കും. മോഹനേട്ടനെ ആദ്യം വിളിക്കില്ലേ വലിയച്ഛ? അവര് പത്ത് പോയി ഓരോ ദിവസവും വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വിളി ഒരാഴ്ചയായി, പിന്നെ ഒരു മാസമായി. ആ പിള്ളേരല്ലേ, അവര് ബിസിയാണ്, അവർക്കും സമയമുണ്ടാവില്ല. അങ്ങനെ കിടക്കുന്നു. നീ അവർ രണ്ടുപേരും എന്നെ വിളിക്കുമല്ലോ, അപ്പൊ ഞാൻ കൊടുക്കാം. ഞാൻ വേഷം ഞാൻ കൊടുക്കാം. നീ എന്ത് കൊടുക്കാൻ പോകുന്നത്? നീ ഫോണെടുത്ത് ഗൗരവമായിട്ട് വെടിപ്പെട്ട പോലെ വർത്തമാനം പറയും.
അവരവിടെ നിന്ന് ബാലുവേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നീ അങ്ങ് ഉരുകി കളിയായി ചിരിയായി പിന്നെ ഫോൺ കട്ട് ചെയ്യും. എൻ്റെ വലിയ അതൊന്നും അല്ല. ഞാൻ സുരേന്ദ്രനും രാജേന്ദ്രനേക്കാൾ കൂടുതൽ സ്നേഹിച്ച അവരെയാണ്. അവർ കൂടുതൽ ഞാൻ കൂടുതൽ നിന്നത് ഇല്ലേടി. ഓ പിന്നെ എനിക്കൊന്നും അറിയാത്ത പോലെ. ഓ നിനക്കെന്താണ് അറിയാത്തത്? എല്ലാം അറിയാം. എന്നാ അറിയാത്ത ഭാഗത്തിൽ അങ്ങനെ നിൽക്കും. എന്ത് വേണം ഇത്? എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കണം. മനുഷ്യർക്കൊരു സ്വസ്ഥത കൊടുക്കുകയല്ലേ. എൻ്റെ വലിയ ഞാൻ ഇപ്പൊ സ്വസ്ഥത കൊടുക്കും. എൻ്റെ പഴയ സ്വഭാവം മാറി. പിള്ളേരൊക്കെ വലുതായില്ലേ? നമ്മുടെ പാറപ്പൊക്കെ എത്ര വയസ്സായി? പാറുവാക്ക് ഇപ്പൊ എത്ര വയസ്സായി? 25. ഛേ, സ്വന്തം മോടം പറ്റാത്ത തന്ത. നീ എന്തൊരു തന്തയാണ് നീ? അവിടെ വളർന്ന് വലുതായി വരട്ടെ. അപ്പൊ എല്ലാം മാറിക്കൂടും. വലിയ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരെയും ഒന്ന് പിടിച്ചു പറിച്ചിട്ടില്ല. എനിക്ക് ആരും സ്വത്തുക്കൾ എഴുതി തന്നിട്ടുമില്ല. അമ്മേരെ വയന്ന് ചെയ്തിട്ടില്ല, അച്ഛൻ്റെ വയന്ന് ചെയ്തിട്ടില്ല. സുഖമായിട്ട് ഞാൻ ജീവിക്കണം. അധ്വാനി സുഖമായിട്ട് ജീവിക്കും. വലിയച്ച ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞങ്ങളെ അറിയിക്കാണ്ടിരിക്കണ്ട. ഞങ്ങക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി അറിയിക്കാൻ വിഷമിക്കാൻ വേണ്ട. ഞങ്ങക്ക് അത് സന്തോഷമുള്ളൂ. ഞാനിപ്പോ ഇത് അങ്ങോട്ട് പറയാൻ വേണ്ടിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. വലിയ എന്ത് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞത് വിളിച്ച് വരിപ്പിച്ചത്? ഒന്നുമില്ലടാ, അങ്ങനെ ഇരുന്നപ്പോ നിന്നെ പിള്ളേരെയൊക്കെ ഒന്ന് കാണണം തോന്നി. അതാ ഞാൻ നിന്നെ എൻ്റെ അനിയൻ്റെ മകനായിട്ടല്ല കണ്ടിട്ടുള്ളത്. എൻ്റെ സ്വന്തം മകനെ പോലെ അല്ലേ ഇതിനെ കണ്ടിട്ടുള്ളത്. എൻ്റെ വലിയ അതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം തോന്നി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യനല്ല. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം. അത് വയസ്സാകുമ്പോൾ കൂടി വരും. ഒരുപാട് ഉണ്ടാക്കി ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എന്ത് പ്രയോജനം? മനസ്സിന് സമാധാനമില്ലാതെ പോയി. എടാ ഒരു കിടക്കിൽ നീ പറഞ്ഞു തന്നെയാടാ ശരി. നീ ഒന്നും ഉണ്ടാക്കില്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കും. അതാ അതോ അതിലെ വലിയ ഭാഗ്യം. വലിയ കാരണം എന്തിന്? ഞാൻ കരഞ്ഞില്ല. കരഞ്ഞില്ല. കരയരുത് വലിയ കര, എനിക്ക് സഹിക്കാൻ പറ്റൂല. എടാ നീ എത്രയാടാ കരയുന്നത്? ബാലുവേ ഒന്ന് നിർത്തടാ, ഞാൻ ചത്തോ? ഓ, ഇവനെ വിളിച്ചു മരിച്ചതേ ശല്യമായല്ലോ. വലിയ പിന്നെ ചങ്ക് കുത്താൻ വർത്താനം പറയും. ഇവനെ